മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു എന്നുള്ള വിവരം കൊച്ചിയിൽ നിന്ന് വരികയാണ്. എസ് ശരൺ ഉണ്ട്. ശരൺ, മുഖ്യമന്ത്രി എവിടെയായിരുന്നു? മുഖ്യമന്ത്രിക്ക് പരിപാടി ഉണ്ടായിരുന്നത്? ആരാണ് തടഞ്ഞത്? ആരെയാണ് തടഞ്ഞത്? മാധ്യമപ്രവർത്തകരെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് രശ്മ. അതായത് PV അൻവർ ഉയർത്തിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൽ പ്രതികരണം ആരായുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് സമീപകാലത്തൊന്നും തന്നെ കേരളം കാണാത്ത വിധത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ്. അതായത് മാധ്യമപ്രവർത്തകരെ പോലും ഇവിടുന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പുറത്തായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ വാഹനത്തിലേക്ക് കയറുകയും ഇവിടെ നിന്ന് നേരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്ന ആ വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂള്. ഇതിനിടയിലാണ് ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി എത്തുകയും തൊട്ടു പിന്നാലെ തന്നെ അതായത് 2 പരിപാടികൾ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മളും ഇവിടേക്ക് എത്തിയിരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ പോലും സുരക്ഷാ വേലി തീർത്തുകൊണ്ട് അത്തരത്തിലൊരു വേലി തീർത്തുകൊണ്ട് കൂടിയാണ് പോലീസ് ഇവിടെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഇത്തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ പോലും വലിയ രീതിയിൽ തന്നെ പോലീസുകാരെ നിർത്തിക്കൊണ്ട് ഈ തടയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് മാധ്യമപ്രവർത്തകരെ നിർത്തിയിരിക്കുന്നത്.